ഞാൻ വേശ്യ കോളനിയിൽ വർക്ക് ചെയ്തപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെയൊരു കോളനി 35 വേശ്യകളുള്ള ഒരു കോളനിയായിട്ട് വളർന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ പലരോടും ചോദിച്ചു. അപ്പോൾ പല വേശ്യകളെയും വേശ്യാവൃത്തിയിലേക്ക് പ്രേരിപ്പിച്ച ഒരു തടിച്ചി അമ്മച്ചി ഉണ്ടായിരുന്നു. ഈ തടിച്ചി അമ്മച്ചിയായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത്, അച്ചു, ഞാനാണ് ഈ വേശ്യാവൃത്തിയിലേക്ക് ഇവരെ പലരെയും കൊണ്ടുവന്നത്. അവൾ വല്ല ഹീറോ ആയിട്ടാണ് സംസാരിച്ചത്. വളരെ വാചാലമായൊരു സ്ത്രീയാണ്, നല്ല തടിയും ഉള്ള ഒരു സ്ത്രീയാണ്, കുറച്ച് പ്രായമൊക്കെയായി. അപ്പം ഞാൻ ചോദിച്ചു, സഹോദരി, ഇപ്പോഴും നമ്മൾ പോകുന്നുണ്ടോ വേശ്യാവൃത്തിക്ക്? ഞാനും പോകുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് ഇതിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കാൻ പറ്റുമോ? അതിങ്ങനെ തടിച്ചികളോട് താല്പര്യമുള്ള പുരുഷന്മാരുണ്ട്. അപ്പോൾ അവർ സ്കെലിട്ടണായിട്ടുള്ള സ്ത്രീകളെക്കാൾ ആഗ്രഹിക്കുന്നത് തടിയും പൊക്കവും ഒക്കെ ഉള്ള സ്ത്രീയെയാണ്. അതുകൊണ്ട് എനിക്കും ചാൻസ് കിട്ടുന്നുണ്ട് എന്നവൾ പറഞ്ഞു. മാത്രമല്ല, ഓരോ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ളവരെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്നവർ, അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ പിന്നെ ജോലിയൊന്നുമില്ലാതെ കൊണ്ട് വിഷമിക്കുന്നവർ, ഏതെങ്കിലും ബലഹീനതകൾ ഒക്കെയുള്ള, പ്രത്യേകിച്ച് രോഗങ്ങളുള്ളവർ, ഇങ്ങനെയുള്ള വഴിയരികിലും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ പ്രേരിപ്പിച്ച് ഈ വേശ്യാവൃത്തിയിലേക്ക് കൊണ്ടുവന്ന് ഈ കോളനിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വരുമാനം ഇവർക്കും കിട്ടുന്നുണ്ട്. ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്നതിൽ വരുമാനം കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്. ആ കോളനി അങ്ങനെ ചെറ്റപ്പുരകളായിട്ട് 10-30 ചെറ്റപ്പുരകളിലായിട്ട് 35 വേശ്യകൾ താമസിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിൽ തന്നെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടാകാം, സാഹചര്യങ്ങളുണ്ടാകാം. ദാരിദ്ര്യമായിരിക്കാം, പട്ടിണിയായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകുന്നവരായിരിക്കാം. ഇങ്ങനെയുള്ളവരെല്ലാം കൂടിയാണ് അവസാനം ഈ തെറ്റിൽ ജീവിക്കുന്നവരുടെ ഒരു കോളനിയായിട്ട് മാറിയത്. അങ്ങോട്ട് ആരും ചെല്ലാറില്ല. ആളുകൾക്ക് അങ്ങോട്ട് ചെല്ലുന്നത് തന്നെ, അതിൽ യാത്ര ചെയ്യുന്നത് തന്നെ ഭയമാണ്. ഇങ്ങനെയുള്ള സാഹചര്യമാണ് ഞാൻ അവിടെ കണ്ടത്. അതുകൊണ്ട് കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ തിന്മയുടെ, ഈ പുഴുക്കുത്തുകളുടെ, നമ്മുടെ തന്നെ ടൗണിൻ്റെയൊക്കെ പുഴുക്കുത്തുകളിൽ ആയിട്ട് ജീവിക്കുന്ന ഈ വ്യക്തികളെ രക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.